ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി സ്റ്റേജ് 1 എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് അവലോകനമാണ് ഈ വീഡിയോയിൽ. 2025 മെയ് 24 നടത്തപ്പെട്ട കേരള PSC ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കുകൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷമാണ്. എന്നാൽ ഒരു അവലോകനമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. പരീക്ഷാ തീയതി 2025 മെയ് 24. ആകെ മാർക്കുകൾ മൊത്തം 100 ഇത് ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളായിരുന്നു ഇന്നത്തെ എക്സാമിന് ഉണ്ടായിരുന്നത്. ശരിയായ ഉത്തരങ്ങൾക്ക് 1 മാർക്കും തെറ്റായ ഉത്തരത്തിന് -0.33 മാർക്ക് കുറയുകയും ചെയ്യും. അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. പൊതുവിജ്ഞാനത്തിൽ 40 മാർക്കും IT-യിൽ 10 മാർക്ക്, അങ്ങനെ 50 മാർക്ക്. അടുത്തത് ഗണിതം, മാനസിക ക്ഷമത, റീസണിങ് എന്നിവയ്ക്ക് 20 മാർക്ക്. ജനറൽ ഇംഗ്ലീഷിന് 20 മാർക്ക്. പ്രാദേശിക ഭാഷ മലയാളം, തമിഴ്, കന്നഡ എന്നിവയ്ക്ക് 10 മാർക്ക്. അങ്ങനെ ആകെ 100 മാർക്കാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് മാർക്കുകൾ നമുക്ക് നോക്കാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോസ്റ്റിനായിട്ടുള്ള കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം 55 മുതൽ 60 മാർക്ക് വരെയാണ് സാധ്യത കൽപ്പിക്കുന്നത്. കാരണം വളരെയധികം കോമ്പറ്റീഷൻ ഉള്ള ഒരു പോസ്റ്റാണ്. ഒരു 600 മുതൽ 800 വരെ ഒഴിവുകളാണ് എല്ലാ 3 വർഷങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്സാമിൻ്റെ പ്രിലിമിനറിയുടെ കട്ട് ഓഫ് മാർക്കിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 55 മുതൽ 60 വരെ ആവാനാണ് സാധ്യത. എന്നാൽ SI എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് അത്ര കണ്ട് ഉയരില്ല. കാരണം ഇതിനി ഫിസിക്കൽ ടെസ്റ്റ് നടത്താനുണ്ട്, അതുപോലെ തന്നെ മെയിൻ എക്സാം ഉണ്ട്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്കിൻ്റെ വാല്യൂം കുറവായിരിക്കും. 48 മുതൽ 53 വരെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്ന SIയുടെ കട്ട് ഓഫ് മാർക്ക്. ഇനി കട്ട് ഓഫ് മാർക്ക് ഔദ്യോഗികമായിട്ട് എങ്ങനെയാണ് നോക്കാം. കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. https://www.keralapsc.gov.in എന്ന സെക്ഷൻ സന്ദർശിക്കുക. അതിനുശേഷം റിസൾട്ട് വിഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PSC പബ്ലിഷ് ചെയ്ത കട്ട് ഓഫ് മാർക്കുകൾ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. ഒരു 2 മാസത്തിനകം തന്നെ ഇന്ന് നടന്ന എക്സാമിൻ്റെ ഔദ്യോഗിക കട്ട് ഓഫ് മാർക്കുകൾ PSC പ്രസിദ്ധീകരിക്കുന്നതാണ്.